മനുഷ്യ മൃഗ സംഘട്ടന കേസുകളിൽ നഷ്ടപരിഹാരം നൽകണമെന്ന വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി. തന്റെ മണ്ഡലത്തിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് സഭയിൽ MP ചൂണ്ടിക്കാട്ടി. മനുഷ്യർക്കെതിരായ മൃഗങ്ങളുടെ ആക്രമണം ഉൾപ്പെടുന്ന കേസുകളിൽ സാധാരണക്കാർക്കും കർഷകർക്കും നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുമോ എന്നും MP ചോദിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ആനയുടെ ആക്രമണത്തിൽ കോതമംഗലത്തിന് സമീപം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലിസ്റ്റ് ചെയ്ത ചോദ്യവുമായി സപ്ലിമെന്ററിക്ക് ബന്ധമില്ലെന്നാണ് പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞത്. കേരളം, കർണാടക, തമിഴ്നാട് അതിർത്തികളിലെ പ്രദേശങ്ങളിൽ ഭരണ സംവിധാനവും വനം വകുപ്പും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ പകർപ്പ് വയനാട് MPയുമായി പങ്കുവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്തായി വയനാട് മേഖലയിൽ മനുഷ്യ മൃഗ സംഘർഷം, പ്രത്യേകിച്ച് ആനയാക്രമണം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ജൂലൈയിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബറിൽ ഇടുക്കി ജില്ലയിൽ ആന ഓട്ടോറിക്ഷ മറിച്ചിട്ടതിനെ തുടർന്ന് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഫെബ്രുവരിയിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ആ സമയത്ത് മന്ത്രി യാദവ് ജില്ല സന്ദർശിച്ച് ഇത്തരം സംഘർഷങ്ങൾ പരിഹരിക്കാൻ നടപ്പാക്കിയ നടപടികളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഉറപ്പു നൽകി. ഫെബ്രുവരിയിൽ നടന്ന ആനയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.